പെട്ടെന്നുണ്ടായ പ്രളയത്തെ പറ്റി അപ്പപ്പ ജനങ്ങളെ അറിയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിന്? രണ്ടാമത്, ഏതൊരു വ്യക്തിക്കുമുള്ള പോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഉദ്ഘാടനം ചെയ്യാനും സവാരി ചെയ്യാനും സൽക്കാരത്തിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള അവകാശമുണ്ടോ? അതിന് ചില പ്രശ്നങ്ങളുണ്ടല്ലോ സർക്കാർ. ഒന്നാമതായിട്ട്, പെട്ടെന്നുണ്ടായ പ്രളയം എന്നുള്ളത് പച്ചക്കള്ളമാണ്. എക്സാക്ട്ലി പറഞ്ഞ 31/7/2026 കാലാവസ്ഥാ വകുപ്പും മറ്റുള്ള എല്ലാ ഏജൻസികളും താക്കീത് തന്നതാണ്, മുന്നറിയിപ്പ് തന്നതാണ്. മഴക്കെടുതി ഉണ്ടാവും, പ്രളയം ഉണ്ടാവും, ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. എന്ത് മുന്നൊരുക്കങ്ങളാണ് ഈ സർക്കാർ ചെയ്തതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ? ഇനി രാത്രി 10 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒന്ന് അലേർട്ട് പ്രഖ്യാപിക്കാനായിട്ട്. രണ്ടാമത്, പിറ്റേ ദിവസം ഓഗസ്റ്റ് 1-ാം തീയതി 7 പേരുടെ മരണവാർത്ത അറിഞ്ഞിട്ടാണ് നമ്മൾ എണീക്കുന്നത്. പേടിച്ചു പോയി അല്ലേ, പകച്ചുപോയി. മുഖ്യമന്ത്രി പറയുന്ന പോലെ 1900-ങ്ങളിൽ നടന്ന പ്രളയമൊന്നും നമുക്കറിയില്ല. നമുക്കറിയുന്നത് 2018-ലെ പ്രളയവും അതിന്റെ കാഠിന്യവും നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്. നമ്മൾ നോക്കുന്ന എന്താണ്? കേരളത്തിന്റെ കപ്പിത്താൻ എവിടെ അല്ലേ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനും കൂടിയായുള്ള മുഖ്യമന്ത്രി എവിടെ? മാധ്യമങ്ങൾക്ക് പോലും പിടികൊടുത്തില്ല. ഒരു പോയിന്റിൽ നമ്മൾ വിചാരിച്ച പൊന്നാനിയിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമേകാൻ അവിടെ ഉണ്ടാവും എന്നാണ്. രണ്ടാമത് വിചാരിച്ചത് ഈ ഉദ്ഘാടനം ചെയ്തതിന്റെ 20 മിനിറ്റും 30 മിനിറ്റും അപ്പുറം ഇപ്പുറം 3 കുട്ടികൾ മരിച്ചിട്ടുണ്ട് മലപ്പുറത്തും കോഴിക്കോടും ആയിട്ട്, ഈ പറഞ്ഞ വെള്ളക്കെട്ടിൽ വീണിട്ട്. അവരുടെ വീടുകളിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി എത്തുന്നതാണ്, എത്തിയില്ല. മൂന്നാമതായിട്ട്, കുറച്ച് മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾ പിന്നീട് കാണുന്നത് ഈ പറഞ്ഞ ആളുകളുടെ ബന്ധുക്കള് മീഡിയാസിന്റെ മുന്നിൽ വന്ന് പരാതി പറയാണ്, സിസ്റ്റത്തിന്റെ പോരായ്മകളെ പറ്റി പറയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹാരായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. എവിടെ പോയി നമ്മുടെ സർക്കാർ? ഇതൊക്കെ കണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സർക്കാരിന്റെ പ്രയോറിറ്റി ആരാണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ചില ആളുകൾ മുൻ സർക്കാരിന്റെ കാര്യക്ഷമതയും ഏകോപന മികവിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. അത് വിടും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സവാരി കോൺട്രവേഴ്സി അല്ലെ? ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ പൈസയാണ്, നികുതി പണമാണ് അല്ലെ? അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള 4th പില്ലർ ഓഫ് ഡെമോക്രസി ചോദിക്കുമ്പോൾ കളിയാക്കുകയാണ്, ധാർഷ്ട്യം കാണിക്കുകയാണ് അല്ലെ? അവരെ ചീത്ത പറയാണ്, വഴക്ക് പറയാണ്, എണീറ്റ് പോവുകയാണ്. ഇതാണോ ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്ന റെസ്പോൺസ്? ഇതാണോ ജനങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി? ഇനി ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിക്കോളൂ. കിങ്ങിണി കുങ്ങിണി കമ്മിണി കമ്മിണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് കാണാം. രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ആയിരങ്ങൾ വിങ്ങിപ്പൊട്ടുന്ന നിസ്സഹായരായിട്ടുള്ള ഈ ഒരു ദുരന്തമുഖത്ത് രാഷ്ട്രീയത്തിനപ്പുറം മാനവികത, മനുഷ്യത്വം, അനുകമ്പ, ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നും പ്രയോറിറ്റി എന്നും എനിക്കറിയാം. അതുപോലെ പരന്ന വായനയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള പാണ്ഡിത്യമോ ഇല്ലെങ്കിലും ഒരു ഭരണാധികാരി എന്ന് പറയുന്ന അനുകമ്പയോടുകൂടി നിൽക്കണം എന്നുള്ള കാര്യം അറിയാം.